ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നും ഞാനിതാ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിംഗ് ആയിട്ടാണ്. കുനാഫ സീതാഫൽ പുഡിംഗ്. നമുക്ക് പാർട്ടിയിലെല്ലാം തിളങ്ങാൻ എന്താ പറയുക, ഈ ഒരു പുഡിംഗ് മതി. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ഇത്. ഇവിടെ ഇപ്പം നല്ല ചൂടും കൂടി ആയതുകൊണ്ട് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനായിരിക്കും പുതിയത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേപോലത്തെ വറുത്തിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, വേർമിസെല്ലി, അത് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് കുനാഫ ഡോ ഉണ്ടെങ്കിൽ അതും എടുക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സേമിയ തന്നെ മതി. അപ്പം ഞാനിത് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇപ്പം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം ഈ സേമിയ. അപ്പം സേമിയ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വറുത്ത സേമിയയും കൂടി ആണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ സേമിയ ഇട്ടിട്ടൊന്ന് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സേമിയ കരിഞ്ഞൊന്നും പോകരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പിസ്ത പൊടിച്ചതാണ്. അപ്പം ഞാനിത് ഇതേപോലത്തെ സ്ലൈസ് പിസ്ത വാങ്ങിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോടുണ്ടെങ്കിൽ അതും പൊടിച്ചാലും മതി. പൊടിയെല്ലാം നമുക്ക് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കുറച്ചൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് അങ്ങനെ ഉണ്ടാവും. അതും കൂടി ഞാനിത് ഈ സേമിയയിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ എത്ര മധുരം വേണം നോക്കിയിട്ട്. പിന്നെ ഒരുപാട് മിൽക്ക് മെയ്ഡ് അങ്ങ് ഒഴിക്കുകയും വേണ്ട. അപ്പോൾ പിന്നെ എല്ലാം കൂടി മധുരമായിട്ടെല്ലാം ഒന്ന് കട്ട പിടിച്ച പോലെ ആയിപ്പോൾ. എന്നാൽ അത്യാവശ്യം മധുരവും വേണം. അപ്പോൾ അത് നിങ്ങൾ എത്ര സേമിയവും പിസ്തയെല്ലാം എടുക്കുന്നു അതിന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഒന്നിട്ട് എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്, കുറച്ചൊന്ന് ചൂടെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്കൊരു കസ്റ്റേർഡ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ എത്ര എടുക്കുന്നോ അതിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മധുരത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കുക. ഇനി ഒരു 1/2 കപ്പ് പാലിലോട്ട്, തണുത്ത പാലിൽ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. ഇപ്പോൾ പാല് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ കസ്റ്റേർഡ് പൗഡറും അതൊന്ന് ഒഴിച്ചിട്ട് എന്താ പറയുക, കൈവെക്കാണ്ട് കട്ട പിടിക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ശരിക്കും ഈ ഒരു കസ്റ്റേർഡ് ഉണ്ടല്ലോ നല്ലോണം ഒന്ന് എന്താ പറയുക, ടൈറ്റായിട്ട് കട്ടിയായിട്ട് വന്നോട്ടെ. എൻ്റെത് ഇത്തിരി ഒന്ന് എന്താ പറയുക, കട്ടി കുറഞ്ഞത് കൊണ്ട് തന്നെ ലാസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്. അതിനൊരു ദിവസം ഫുള്ളെല്ലാം വെച്ചിട്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് കട്ടി ആയിക്കോട്ടെ. നമ്മൾ ഈ സീതാഫൽ പൾപ്പെല്ലാം ഇടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ലൂസായിക്കോളും. ഇനിയിപ്പോൾ ഞാനൊരു 3 സീതാഫൽ ഫ്രൂട്ട് ഉണ്ടല്ലോ, കസ്റ്റേർഡ് ആപ്പിൾ എന്നും പറയും. ഇനിയിപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സീഡ്സ് എല്ലാം ഒന്ന് കളഞ്ഞ്, അത് കളയൽ കുറച്ച് പണിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ചൂടെല്ലാം പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പൾപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇടയ്ക്കൊരു കട്ട പിടിച്ച പോലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കത് കടിക്കാനും നല്ല രസമാണ്. എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കാം.
ഇനി നമുക്കിതാ പുഡിംഗ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലും പിന്നെ ഒരു പുഡിംഗ് ട്രേയിലും സെറ്റാക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സെല്ലാം ഉണ്ടല്ലോ, കപ്പ്, അതിൽ ഇങ്ങനെ ലെയറായിട്ട് സെറ്റാക്കി കഴിഞ്ഞാലും കാണാനും നല്ല രസമാണ്. ചിലപ്പോൾ പാർട്ടിക്കെല്ലാം അങ്ങനെ വിളമ്പുമ്പോൾ കാണാൻ നല്ല മൊഞ്ചുണ്ടാവും. അപ്പം ഞാനിത് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഒറ്റൊരു ഡിഷിൽ തന്നെ ആക്കുന്നത്. പിന്നെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ നമുക്ക് നമ്മുടെ കുനാഫ ഉണ്ടല്ലോ, കുനാഫ പിസ്ത മിക്സ്, അത് ഫുള്ള് നിരത്തിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ കസ്റ്റേർഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു ഹാഫ് ആൻ അവറെങ്കിലും കുറച്ചൊന്ന് സെറ്റായതിന് ശേഷം ഇതിൻ്റെ മേലെ ബാക്കിയുള്ള ഒരു എന്താ പറയുക ഇതും കൂടി ഇട്ട് കൊടുക്കുക, കുനാഫ. അപ്പോഴേക്കിത് കുറച്ചൊന്ന് കട്ടി പോയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ കിടന്നിട്ട് അതൊന്ന് എന്താ പറയുക സോക്കായിക്കോളും. അപ്പോൾ ആ ഒരു കട്ടിയെല്ലാം പോയി ഒരുമിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മേലെ ഫുള്ള് പിസ്ത പൊടിച്ചതുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഗ്ലാസ്സിലെല്ലാം കുറേ ഇങ്ങനെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കാണാൻ തന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കുനാഫ സീതാഫൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈസിയല്ലേ സംഭവം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് നല്ലോണം തണുപ്പിച്ച് നല്ലോണം ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം കഴിക്കുക. പണ്ടേത് ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റേർഡ് കുറച്ചൊന്ന് കട്ടി കുറഞ്ഞത് കൊണ്ട് തന്നെ സെറ്റാൻ കുറേ സമയം എടുത്തിന്. അപ്പോൾ നിങ്ങൾ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം കട്ടി ആയിക്കോട്ടെ. പിന്നെ ഒരു കുനാഫൻ്റെ ഇതെല്ലാം ഇതിൽ കിടന്ന് സോക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. കുനാഫൻ്റെ ക്രഞ്ചിയും സീതാഫലിൻ്റെ ക്രീമിനെസ് എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി പുഡിംഗാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.